സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നിത്യവഴുതന പറിച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ മുറ്റത്ത് നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിത്യവഴുതന. അപ്പോൾ അത് വഴുതനയായിട്ട് ഒരു ബന്ധവുമില്ല. വഴുതനേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിത്യവും കായ ഉണ്ടാവും. അതായിരിക്കും ഇതിന് നിത്യവഴുതന എന്ന് പറയാൻ കാരണം. പിന്നെ നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ പൂവ് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ പൂവ് വിരിയുക. പൂവ് വിരിഞ്ഞ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കായ ആയി കിട്ടും. അപ്പോൾ കുറച്ച് കായ പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കായ പറിച്ചെടുത്ത് ഇത് കഴുകി ഒന്ന് അരിഞ്ഞു വയ്ക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇത്. തോരനായിട്ടും അതുപോലെ തന്നെ തീയലായിട്ടും കറിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് അരിമണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച നിത്യവഴുതന ചേർത്ത് കൊടുക്കാം. ഈ നിത്യവഴുതനയ്ക്ക് അധികം പരിചരണങ്ങളൊന്നും വേണ്ട. ഒരു കീടബാധയൊന്നും ഇല്ലാത്തൊരു പച്ചക്കറിയാണത്. അപ്പോൾ ഈ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് തോരനായിട്ടും കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ അരിഞ്ഞു വെച്ച നിത്യവഴുതനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളയത് മാത്രമാണ് നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. കുറച്ച് മൂത്തതുണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. നന്നായിട്ട് മൂത്ത് അത് കറുത്ത് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2-3 വിത്ത് ഉണ്ടാവും. അതാണ് നമ്മൾ പിന്നെ നട്ട് പിടിപ്പിക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ഔഷധ ഗുണമുള്ളൊരു പച്ചക്കറിയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ വെള്ളമുണ്ട് കുറച്ച്. അപ്പോൾ ആ വെള്ളം മതി. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ചോറിന് ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ. അത്രയും ടേസ്റ്റാണത്.